ഒരു പരിപാടിയാണ്. എങ്കിലും പ്രസംഗിക്കാൻ നോക്കാം. പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഭവമാണ്. ഞാനിപ്പോൾ നന്ദി പറയാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് മാറ്റി പിടിക്കുന്നു. ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത് ഒരു 3 പാർട്ടായിട്ടാണ് വേണമെങ്കിൽ തിരിക്കാം. ഒരു പാർട്ട് കഥയാണ്, അതിനുശേഷം ഒരു പാർട്ട് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനാണ്, പിന്നെ ഒരു പാട്ട് ബാക്കി താങ്ക് യു പറയുന്നതും, പിന്നെ അല്ലാതെ എൻഡിങ് നോട്ട്സും അങ്ങനെ പ്രിഫേസും ഒക്കെയാണ്. ഈ 3 പാട്ടിൽ ആദ്യം ഞാൻ എഴുതിയത് കഥയാണ്. കഥ എഴുതിയതിനു ശേഷം ഞാൻ കുറച്ച് പേരെടുത്ത് കൊടുത്തിരുന്നു. അവർ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ഇത് ഇത്തിരി വായിക്കാൻ പാടാമെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു എക്സ്പ്ലനേഷനായിട്ട് എഴുതി കൊടുത്തത്. ഈ എക്സ്പ്ലനേഷനിൽ വളരെ ഡീപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളതെന്ന്. അതിൽ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഓരോ ക്വസ്റ്റ്യനും എനിക്ക് കിട്ടിയത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ആൻസറിലേക്ക് എത്തിയതെന്ന്. പക്ഷേ ആ എക്സ്പ്ലനേഷൻ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെങ്കിൽ താങ്ക് യു. കാരണം ഇത് വളരെ ടഫായിരുന്നു ആ എക്സ്പ്ലനേഷൻ എഴുതാൻ. കാരണം അതൊരു എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പറ്റിയത്. ഒന്നാമത്തത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്നായിരുന്നു ഒന്നാമത്തതിൽ. ഈ ചോദ്യം ആദ്യമായിട്ട് എനിക്ക് വന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് 8 വയസ്സായിരുന്നപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയെ പെട്ടെന്ന് വിളിക്കുന്നതിനിടെ വിളിച്ചതിൻ്റെ ആ എക്കോ ഉണ്ടല്ലോ, ആ എക്കോ കേട്ടപ്പോഴാണ് എങ്ങനെയോ ഈ ചോദ്യം എന്നിൽ ഉദിച്ചത്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമായിട്ടുള്ള എൻ്റെ ഫൈൻഡിങ്സ് ആയിരുന്നു ഈ ചെറിയൊരു എക്സ്പ്ലനേഷനിലും കഥയിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തേത് വാട്ട് ഈസ് ടാലൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ സത്യത്തിൽ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതല്ല, അതിൻ്റെ ഈ ടാലൻറ്റുമല്ല ഹാർഡ് വർക്കുമല്ല, ഇതിനുപരി ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സക്സസ് ഇത്തിരി ഓവർ റേറ്റഡ് ആണ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം ഞാൻ മൂന്നാമത് ഇത് വാട്ട് ഈസ് റിയാലിറ്റി എന്നാണ്. വാട്ട് ഈസ് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, മൈൻഡ് ബെൻഡിങ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ കാണുന്നതെല്ലാം നമ്മുടെ ഓരോ സെൻസസ് വെച്ച് നമ്മൾ ഇങ്ങനെ കാണുന്നതാണ്. അതിനെക്കാട്ടും അതാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത്. നമ്മൾ ഓരോരുത്തർ കാണുന്നത് ഓരോരുത്തരുടെ ഒരു പെർസെപ്ഷനാണ്. പക്ഷേ റിയാലിറ്റിയിൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന നിർബന്ധമില്ലല്ലോ. ഇതാണ് എന്നെ ഈ ചോദ്യത്തിലേക്ക് നയിച്ചത്. അതിനെക്കുറിച്ച് അവസാനം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിതിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും റിയലായിട്ടൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടും എല്ലാവർക്കും ഡിഫറെൻറ്റ് പെർസെപ്ഷൻ ഉണ്ടെന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ളത്. അതിനുശേഷം ഈ പരിപാടി നടന്നതിനെക്കുറിച്ച് പറയാം. പിന്നെ സിദ്ദിഖ് സാർ പറയുന്നു ഒരു വികൃതിയായിട്ടുള്ള കുട്ടിക്ക് ചെസ്സ് അത്ര സിമ്പിളായിരിക്കില്ലെന്ന്. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഫോക്കസാണ്. ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രം വികൃതിയായിട്ടുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ അനിയത്തി കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരുപാട് പേരെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ അവസാനമായിട്ടൊരു മെസ്സേജ് ഇവിടെ പറയുന്നു. നമ്മളെല്ലാവരും ലക്ക് എന്നൊക്കെ പറയുന്നത് കിടക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ലക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നമുക്ക് ലക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ അൺലക്കി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാതിരിക്കാം, ആലോചിക്കാതിരിക്കാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ ലക്കി എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ലക്ക് കൂടുതലായി. നമ്മൾ അൺലക്കി എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുക. ലക്കുണ്ട് എന്ന് ചെറിയ സംഭവങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ലക്ക് കൂടുതലായിരിക്കും. ഇങ്ങനെ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നമ്മുടെ മനസ്സുണ്ടാക്കുന്നൊരു സംഭവമില്ലേ. അപ്പോൾ ലക്കും ഒരു സബ്ജക്റ്റീവ് ഫിനോമിനയാണ്. താങ്ക് യു.